ബിലാലിന്റെ ഒരു അവസ്ഥ എന്താണ്? ബിലാലും വരും, അതേ പറയാൻ പറ്റുന്നുള്ളൂ. നരനും തടിയും ഇതും എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത സാധനമാണ്. കാരണം എനിക്കറിയാൻ പാടില്ലാത്തൊരു വിഷയം ഞാൻ ചെയ്ത സാധനമാണ് നരൻ. അപ്പോൾ ഇപ്പോൾ 20 നടന്നു കഴിഞ്ഞാൽ അത്രയും കാരവാനുള്ള സ്ഥലം ആദ്യം കണ്ടുപിടിക്കണം. ബാച്ചലർ പാർട്ടി എനിക്ക് തോന്നുന്നത് എൻ്റെ സിനിമകളിൽ ഭയങ്കരമായിട്ട് ബഡ്ജറ്റ് കുറച്ച് ചെയ്ത സിനിമയായിരുന്നു. ഒറ്റ വീടിലാണ് എല്ലാ സീനും എടുത്തിരിക്കുന്നത്. ഉദാഹരണം ബോഗൻവില്ലക്കകത്ത് നമ്മൾ കാണിച്ചിരിക്കുന്ന വീട് എന്ന് പറയുന്നത് വാഗമണ്ണിലാണ്. ഇത് ഇറങ്ങിപ്പോകുന്ന അണ്ടർഗ്രൗണ്ട് കാണിച്ചിരിക്കുന്നത് ഇവിടെ സ്റ്റുഡിയോക്കകത്താണ്. നല്ലോണം ബുദ്ധിമുട്ടിയിട്ടെടുത്തുള്ള സിനിമയായിരുന്നു പട്ടാളം. ആല് പോലും നമ്മൾ ആർട്ടിഫിഷ്യൽ ടെൻഡൊക്കെ വെച്ച് വന്നു. പിന്നെ പച്ചമാങ്ങ എന്ന് പറയുന്ന സോങ് ഉണ്ടായിരുന്നു. അന്നത്തെ സ്റ്റൈലല്ല, അതൊരു സ്റ്റൈൽ ആക്കിയെടുത്താണ് പിന്നീട് 2D ഫോർമാറ്റിൽ വരുന്ന സെറ്റുകളായിരുന്നു വെച്ചിരുന്നത്. നമ്മളൊരു വലിയ കുഴി കുഴിച്ചിട്ട് ആ കുഴിക്കകത്താണ് ആർട്ടിസ്റ്റ് നിൽക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അവരുടെ സ്വകാര്യത്തിലോട്ട് ഒതുങ്ങി മാറി. പണ്ട് അങ്ങനെ ഒരു കൂട്ടായ്മയായിട്ട് നിൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്ന പോലെ എല്ലാവരും ഒരുമിച്ചൊക്കെയായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. അന്ന് എറണാകുളത്താകെ 4 സ്ഥലങ്ങളിൽ മാത്രമേ ATM ഉള്ളായിരുന്നു. അപ്പോൾ ATM എങ്ങനെ പ്രവർത്തിക്കുന്നുള്ളത് ആർക്കറിയാൻ പാടില്ല. എനിക്കറിയില്ല, എഴുതിയ ആൾക്കറിയില്ല. ദിലീപ് അങ്ങനെയല്ല, ടെക്നീഷ്യന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ബ്രദർഹുഡാണ് ആക്ച്വലി നമുക്ക് ദിലീപ് വർക്ക് ചെയ്യുന്നത്. എത്രത്തോളം ചലഞ്ചിങ് ആയിരിക്കും ഇങ്ങനെ മാറി മാറി ചെയ്യാനായിട്ട്? കാരണം സിനിമ എന്ന് പറയുന്നത് എപ്പോഴും എന്താ വെച്ചാൽ പ്രേക്ഷകൻ അറിഞ്ഞുകൊണ്ട് ചെല്ലുക പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ട്. ആടേട്ടൻ എന്ന് പറഞ്ഞാൽ ആദ്യം പറ്റിക്കാൻ പഠിക്കുക. ഞങ്ങൾ വിയറ്റ്നാമിൽ പോകുന്നു, ബാങ്കോക്കിൽ പോകുന്നു, ഈ പുലിയെ തേടി പോകുന്ന യാത്ര. ഞാൻ മാത്രം എന്നുള്ളതല്ല, എല്ലാവരും കാണിക്കുന്ന ചീറ്റ് ചെയ്യുന്ന സംഭവം തന്നെയാണ്. സംഭവം മറക്കാൻ പറ്റാത്ത കാര്യം മറന്നു കൊണ്ടോ അതിന് ഓർത്തെടുക്കണം.